നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ 1711 പേജുള്ള വിധിന്യായം അപ്ലോഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അത് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ദിലീപിന് ഒരു തരത്തിലെയും ഇതിൽ ബന്ധമില്ല എന്ന് 100% ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിനടക്കമുള്ള ചില കാര്യങ്ങളിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് കെട്ടിച്ചമച്ചതാണ് പലതും എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചിത്രീകരിച്ചത് വാഹനത്തിനകത്തല്ല എന്നാണ് പറയുന്നത്, ഇത് മറ്റൊരിടത്താണ് എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഈ വീഡിയോ ചിത്രീകരിച്ച വാഹനത്തിനകത്തല്ല എന്ന് പറയുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ തന്നെയാണ്. ഇയാൾ പറയുന്നുണ്ട് ഇതിനകത്ത് വെച്ചല്ല ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന അതിജീവിത, ഈ നടിയും ബാക്കിയുള്ളവരും ഒക്കെ ഗോവയിൽ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗോവയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ചിത്രീകരിച്ചതെന്നും അതിൽ ദിലീപിനെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിരുന്നു എന്നുമുള്ള നരേറ്റീവാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് ഈ വിധിന്യായത്തിൽ കൃത്യമായിട്ട് ചില സൂചനകളുണ്ട്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വരണം. കാരണം ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡിവൈസ് വേണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ വേണം. ഈ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ആ ഡിവൈസ് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. പകരം ഇവരെല്ലാം പറയുന്നത് പെൻഡ്രൈവ് വേണം, മെമ്മറി കാർഡ് വേണമെന്നാണ്. പെൻഡ്രൈവിലേക്ക് മൊബൈലിൽ നിന്ന് മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ, അത് മാത്രമേ മെമ്മറി കാർഡിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഷൂട്ട് ചെയ്ത ഡിവൈസ് എവിടെ? ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. സംശയമുണ്ട്. കാരണം ആ ഡിവൈസ് ഹാജരാക്കിയാൽ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തുമ്പോൾ എവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്, ഏത് സമയത്താണ് ഷൂട്ട് ചെയ്തതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാം. അപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ആരൊക്കെയോ ചില ഗൂഢാലോചനകൾ, ചില തന്ത്രങ്ങൾ നടത്തി. ഒപ്പം ഈ കേസ് നേരിട്ട് ദിലീപിന്റെ തലയിൽ വന്ന് വീഴണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ പറയപ്പെടുന്ന പേരുകൾ മഞ്ജു വാര്യരുടെ ഉണ്ടാകാം, അല്ലെ അതിജീവിതയുമായി ബന്ധപ്പെട്ടവരുണ്ടാകാം, ഈ പൾസർ സുനിയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമാണെന്ന് പറയുന്നുണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾ വിശദീകരണം നടത്തേണ്ടത് ഒന്നുകിൽ ജയിലിൽ പോയ ആൾക്കാരാണ്. അപ്പം മാർട്ടിൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? എനിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, എന്നെ പെടുത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു SUV ഗോവയിലേക്ക് പോയിരുന്നു. എന്തിനാണ് ഒരു കാർ ഇവിടെ നിന്ന് ഗോവയിലേക്ക് പോയത്? ഗോവയിൽ പിന്നീട് എന്ത് നടന്നു? ഇപ്പൊ പലതും സംശയിക്കപ്പെടുന്നത് പുറത്തു വന്നിരുന്ന ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഗോവയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചോ ഗോവയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിട്ടോ ചെയ്തതാകാം. അതുകൊണ്ടാണ് യഥാർത്ഥ ഡിവൈസ് കൊണ്ടുവരാഞ്ഞത്. ഈ പറയുന്ന പെൻഡ്രൈവോ മെമ്മറി കാർഡോ എടുത്തു കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത സമയം അല്ലെങ്കിൽ അത് സ്ഥലം ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതാണ് ഇപ്പൊ ദുരൂഹത ഉളവാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് എന്തായാലും ഒരു പുനരന്വേഷണത്തിന് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം വിധിന്യായത്തിൽ ദിലീപിനെ സംബന്ധിക്കുന്ന ഒരു തരത്തിലുള്ള മൊത്തത്തിൽ ദിലീപ് വെറുതെ വിട്ടത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി കോടതി പറഞ്ഞുകൊണ്ടുള്ള വിധിന്യായമാണ് പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ 9 വർഷം ദിലീപ് അനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ട്, തകർച്ച, എല്ലാത്തിനും പിന്നിൽ ഈ കേസാണ്. അപ്പൊ ഇത് പുനരന്വേഷിക്കണം എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയില്ലേ? അപ്പോൾ സാധ്യതയുണ്ട്. കാരണം ദിലീപ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഗൂഢാലോചന എനിക്കെതിരെയാണ് നടന്നത്, അതുകൊണ്ട് അത് ഇന്നതുപോലെ ഇതിൻ്റെ പിറകിൽ ഒരു വൻപിച്ച ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞതിൻ്റെ ആസ്പദമാക്കി എന്നെ അറസ്റ്റ് ചെയ്തു, പ്രതിയാക്കി കുരുക്കുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 തരത്തിൽ ഇത് കാണാം. ഇപ്പം ദിലീപ് പമ്പുന്നുണ്ട്, എന്തിനാ ചാടാൻ തന്നെ. ബാക്കി നമ്മൾ കണ്ടിട്ടില്ലേ ചില വലിയ പട്ടിയുടെ കൂടെ നടന്നു പോകുമ്പം സൈഡിലെല്ലാം കിടന്ന് കൈക്ക് ഉമ്മ കിടന്ന് കുറയ്ക്കുക. അതാണ് ഇത് ഉപദ്രവിക്കുമെന്ന് വെച്ചാൽ ഈ കൊച്ചുപട്ടി കിടന്ന് കരയുന്നത്. പക്ഷെ അത് ഉപദ്രവിക്കത്തൊന്നുമില്ല, അതിന് ഉപദ്രവിക്കാൻ പ്രാപ്തമായിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കേസ് വളച്ചൊടിച്ചു കൊണ്ടുവന്നു. അതിന് വേണ്ട പ്രാതിനിധ്യം ദിലീപിനെ തീർക്കാൻ വേണ്ടിയായിരുന്നു വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നടക്കുന്നില്ലെങ്കിൽ വീണ്ടും അതിങ്ങനെ ലൈവായിട്ട് നിർത്തുക. ഇപ്പം നോക്കിയപ്പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞവനെ അന്ന് മാർട്ടിനെ രക്ഷിക്കാൻ നമ്മൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന മരിച്ചുപോയ ഒരു മന്ത്രി അല്ലെ MLA തയ്യാറായി. അദ്ദേഹത്തിന്റെ പേര് ഈ പി ടി തോമസ് തയ്യാറായെന്ന് പറഞ്ഞിട്ട് ലാൽ ഒരു പ്രസ്താവനയായിട്ട് വന്നു. പിന്നെ അത് ഹൈലൈറ്റ് ആയില്ല. ഞാനാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ ലാലിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല പേരിലും ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് വലിയൊരു കുഴപ്പമുണ്ട്. അത് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ ക്ലെയിം ഉണ്ട് സിനു. എങ്ങനെ ഓടുന്ന വണ്ടിക്കകത്ത് കൃത്യമായിട്ട് ഷിവർ ചെയ്യാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ മൊബൈലിൽ, നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, മൊബൈലിൽ ഈ ഫോഴ്സ് പോലുള്ള വണ്ടിയാണല്ലോ ക്യാരോൺ, അതിനകത്ത് വെട്ടമില്ലാതെ എങ്ങനെ അത്രയും വെളിച്ചത്തിൽ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും? ഈ 2 കാരണം കൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്ത് ഓടുന്ന വണ്ടിയിലല്ല, ഓടുന്ന വണ്ടിയിൽ പറയുന്ന പോലെ. അതുപോലെ പിന്നെ വന്നൊരു കാര്യം,
ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് ഇവർ പരസ്പര ധാരണയോടുകൂടി എടുത്തത് ശരിയല്ല എന്നോട് കറക്റ്റ് ചെയ്യാൻ പറയുന്ന ഒരു വോയിസ് മെസ്സേജ് ഈ കോടതിയിൽ ഇത് പരിശോധിച്ചപ്പോൾ വന്ന തർക്കത്തിലൂടെ വന്ന ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഗോപ്യമായിട്ടായതുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടത് മാധ്യമങ്ങൾ ഭയന്ന് വലിയ ഹൈലൈറ്റ് കൊടുത്തില്ല. അപ്പം മാത്രമല്ല അതൊന്നും അങ്ങനെ കൊടുക്കണ്ട. ഈ കേസിനകത്ത് ദിലീപിനെതിരെ ഉള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ച് ദിലീപിന് മനസ്സിലാവുന്നുണ്ട്, ദിലീപിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ച് ദിലീപിനെതിരെയുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പണ്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതായത് മാധ്യമ അജണ്ട, മാധ്യമങ്ങൾ അജണ്ട ഒരു അജണ്ടയുമായിട്ട് വരണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും. പണ്ടത്തെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തനം അല്ലല്ലോ. പണ്ട് പട്ടിണി കിടന്നും അല്ലെങ്കിൽ അച്ചുകരത്തെയൊക്കെ പ്രവർത്തിക്കുന്നതല്ല. ഇപ്പൊ കാശ് വേണം, ആ കാശ് കിട്ടുന്നെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ചില മാധ്യമങ്ങൾ കൃത്യമായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട്, അതായത് ഇത് വെളി വരാൻ പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാർട്ടിൻ ശേഷം എൻ്റെ ജീവിതം പോയി, ഇനി എനിക്കുള്ളതെല്ലാം പറയണം. ഇവനൊക്കെ നല്ലതുപോലെ പൈസ കിട്ടിയിട്ടുണ്ട്. ഇവനൊക്കെ ഇത് ചെയ്യുന്നതിന് വേണ്ടി നല്ലതുപോലെ പൈസ കിട്ടി. കൊട്ടേഷൻ ടീമല്ലേ പൾസർ സുനി, അവനെ എന്തേൽപ്പിച്ചാലും ചെയ്യത്തില്ലേ? അവനെ ഇതൊരു കാര്യം ഇങ്ങനെ ഏൽപ്പിച്ചു, ഇത്ര കോടി രൂപ തന്നിട്ടുണ്ടാവും. അതൊക്കെ ഇനി വെളി വരും. ഇവന്മാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അതല്ലയോ ഇവൻ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഇവൻ സ്ഥിരം അല്ലെങ്കിൽ പോകുന്ന ഒരു സ്ത്രീയെടുത്ത് പറഞ്ഞു, പ്രാർത്ഥിച്ചോണേ ഞാൻ നല്ലൊരു പരിപാടിക്ക് പോവാന്ന്. അത് വന്നല്ല. അതെന്താ പോലീസ് അതിനകത്തുനിന്ന് ഇയാൾക്ക് സ്ഥിരം കുറ്റവാളിയാണെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ അറിയുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്തി കൊണ്ടുപോകുന്നതിനും അതുമാത്രം മതിയെന്നിരിക്കെ പിന്നെ കോടതി ചോദിച്ചോ പറഞ്ഞു അത് അവരുടെ സ്വകാര്യതയെ മാനിക്കുന്നു. അതായത് ഇതിനകത്ത് കോടതി വിധി പരിശോധിക്കുമ്പോൾ തന്നെ 7ഓളം ഗൂഢാലോചന ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള തെളിവുകൾ ദിലീപിനെതിരെ കൊണ്ടുവന്ന് കൊടുത്തു. അത് പല സിനിമാ സെറ്റുകളുടെയും തെളിവുകൾ കൊടുത്തു. ഗോവയിൽ ഒരു സെറ്റിന്റെ കൊടുത്തു. ഇതെല്ലാം വ്യക്തി ഒരു BMW കാറിൻ്റെ അകത്ത് കൊടുത്തു. 1 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഹോട്ടൽ മുറി എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കൊടുത്ത തെളിവുകൾ ഒന്നും വ്യക്തമാക്കാനും കൃത്യമാക്കാനും തെളിയിക്കാനും പ്രാപ്തമായിട്ടുള്ള ഒന്നുമില്ലായിരുന്നു. നമ്മൾ പറയുന്നുണ്ടോ? അപ്പം ആദ്യമേ സന്ധ്യ കയറി ഇരുന്ന് ചോദ്യം ചെയ്തോട്ട് അജണ്ടയാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് വകുപ്പ് ഉയർത്താൽ മതി. സിനു നിങ്ങൾ വിശ്വസിക്കണം, ഇന്നിപ്പം നമ്മൾ പല നിയമജ്ഞരെടുത്തും നമ്മൾ സംസാരിക്കുകയും പല വക്കീൽമാർ സംസാരിക്കും. ഒരാളെ കേസിനകത്ത് പെടുത്താൻ ഒരുപാടുമില്ല. നമ്മൾ രക്ഷപ്പെടുമായിരിക്കും. രക്ഷപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഭാവി പോവും. ആ രക്ഷപ്പെടുന്നത് നമ്മൾ നിരപരാധി ആണെങ്കിൽ പോലും നിരപരാധി ആണെന്നുള്ള രീതിയിൽ കോടതി കണ്ടെത്തി രക്ഷപ്പെടുത്തിയാൽ പോലും ഒരു 50% ആൾക്കാരുടെ ഇടയിൽ അത് കോടതി പൈസ കൊടുത്ത് രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ രക്ഷപ്പെട്ട സാക്ഷികൾ കൂറുമാറി രക്ഷപ്പെട്ടതാ. നമ്മുടെ ഭാവിയിലേക്ക് ആ സാധനത്തെ വെക്കാൻ പറ്റും. ഇതുപോലെ എത്രയോ കേസ് പോലീസ് ഓരോരുത്തരുടെ പേര് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നു. എത്രയോ യഥാർത്ഥ കൊലപാതകളായിരിക്കുന്നു അപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ അജണ്ട ഉള്ളതിന് തെളിവാണ്. ഒരു കേസിനകത്ത് ഒരിക്കലും ഏത് പ്രമാദമായിട്ടുള്ള കേസിനകത്തും ലോകത്തെ വലിയ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള കേസിനകത്ത് മൊത്തം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. എങ്ങും ആരും ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടില്ല. ഇതിനകത്ത് മാത്രം ദിലീപിനെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ശരിയല്ലാതാകുന്ന രീതിയിലേക്കുള്ളൊരു വിധിയാണെന്ന് വന്നേ. അപ്പൊ പൾസർ സുനിക്ക് ഫാൻസ് വന്നു. ആരാ കൊണ്ടുവന്നേ? പൾസർ സുനി ഫാൻസ് അസോസിയേഷൻ വന്നു. ഇന്ന് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ പൾസർ സുനിക്ക് ഫാൻസ് അസോസിയേഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിനകത്തും ഈ പറയുന്ന ടീം തന്നെ. അതായത് ഇത് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ആൾക്കാരുണ്ട്. അയാളെ ഇറക്കാൻ ആളുണ്ട്, അയാളെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഹീറോ പരിവേഷം കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാ? അവിടെ മോശമാക്കുന്ന ആർക്കോ? അപ്പോൾ അതിജീവിത ആരായി? അപ്പൊ ഇത് വീണ്ടും ചർച്ചയാക്കണ്ടേ? അപ്പൊ അതിന്റെ പുറകിൽ ഇവരാ. അപ്പൊ ഇതിനകത്ത് ഈ സംഭവം ആദ്യം തൊട്ടേ ഞാനിത് പല ചർച്ചകൾക്കകത്ത് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഇതുപോലൊരു ശബ്ദ സന്ദേശം അന്നേ ക്ലെയിം ഉണ്ട്. ഇത് ഈ വീഡിയോ പോലും നിങ്ങൾ ഒരു സ്ത്രീ ഇനി എത്ര സ്ത്രീ അവലയാണെന്ന് പറയുന്നതും അവർക്ക് അനുകൂലമായിട്ട് എത്ര പറയുമ്പോഴും നമ്മൾ ഈ നിയമവും സംവിധാനവും എല്ലാം നിൽക്കുമ്പോഴും പല ഇതുപോലുള്ള ഭാഗ്യലക്ഷ്മിയെ പോലുള്ള അവലകളുടെ കാര്യമല്ല ഞാൻ പറയാം, പൊതുവെയുള്ള സ്ത്രീകളുടെ കാര്യമാണ് നിൽക്കുന്നത് പറഞ്ഞല്ല. അവർക്കിതൊന്നും താങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ആ അതിജീവിത എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ കയറിയിരിക്കുന്ന അതിജീവിതമാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് ഇതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇവരിതിന് ശേഷം ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചില്ലേ? കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ ഇത്രയും വലിയ ഒരു കാര്യം നിങ്ങളോട് ചെയ്ത് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം, ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന കാര്യം, ആര് കേട്ടാലും ഞെട്ടുന്ന കാര്യം, നിങ്ങളെങ്ങനെയാണ് അയാളുടെ കൂടെ അഭിനയിച്ചു? അത് ഞാൻ അഭിനയിച്ചപ്പോൾ അഭിനയിച്ചു, അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു.
ഇപ്പൊ മനസ്സിലായി. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്, ഈ സൈക്കോളജിക്കലായിട്ട് പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഈ ദൃശ്യത്തിനകത്ത് ഈ ഓറൽ സെക്സിന്റെ ഒരു കാര്യമുണ്ട്. ഒരു സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ അതിന് വില്ലിങ് ആകില്ലെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ പീഡിപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു നീക്കം നടത്തിയാൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാമല്ലോ. അപ്പോൾ അത്തരത്തിൽ സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഇനി നിയമപരമായിട്ട് നോക്കുമ്പോഴും കുറേ പ്രശ്നമുണ്ട്. കാരണം ഇതെല്ലാം ഉപദ്രവിക്കുമ്പോൾ ഈ പറയുന്ന അതിജീവിതം അതിനോട് ഈ വിചാരിക്കുന്ന രീതിയിലല്ല റിയാക്ട് ചെയ്ത്, നേരത്തെ ഒന്നുമില്ല ഷൂട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് നടന്ന ഒരു നാടകമാണെങ്കിലോ ഗോവയിൽ വെച്ചിട്ട് ഇതൊരു സ്ഥലത്ത് വെച്ച് ചിത്രീകരിച്ചതാണെങ്കിലോ ഇത് തന്നെയാണ് ദിലീപ് ഉന്നയിക്കുന്ന വാദം. ചില തെളിവുകളൊക്കെ പുറത്തു വരും. നമുക്കിപ്പോൾ കോടതി വിധിക്ക് അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ദിലീപിനോടോ അതിജീവിതോടോ പ്രത്യേക താല്പര്യവും വിരോധവും നമുക്കില്ല. പക്ഷേ ചില സംശയങ്ങൾ ഈ വിധിന്യായത്തിലുണ്ട്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വിധിന്യായത്തിന്റെ പല ഭാഗങ്ങളിലും കൃത്യമായ സൂചനകളുണ്ട്. ഇത് വലിയ അപകടകരമായ സാഹചര്യമല്ലേ ശരിക്കും? അതെ, അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയുണ്ട്. ഈ വിവാഹമോതിരമാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അതിജീവിതം ഉപദ്രവിച്ചു എന്നതിന് തെളിവ് കൊണ്ടുവരണം. മാഡം പറഞ്ഞു എനിക്ക് ആ മോതിരം വേണം എന്നാണ് പറഞ്ഞതെന്നാണ് പൾസർ സുനി പലയിടത്തും പറഞ്ഞത്. ആ കത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ ആക്രമണം നടക്കുന്നത്. മാർച്ചിലാണ് അതിജീവിതയുടെ എൻഗേജ്മെന്റ് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫെബ്രുവരി 17-ന് എൻഗേജ്മെന്റ് മോതിരം കൊണ്ട് കൊടുക്കുന്നത്? അവിടെ തന്നെ പൊരുത്തക്കേടില്ലേ? അപ്പൊ ഒരുപാട് പൊരുത്തക്കേടുകൾ ഇതിന്റെ അകത്തുണ്ടെന്ന് കൃത്യമായി കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ് കോടതി ഈ കേസിൽ ദിലീപിനെ അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടത്. അതുപോലെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിനകത്ത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇതിന്റെ പ്രചരണത്തിനും അല്ലെങ്കിൽ ദിലീപിനെ ഇതിനകത്ത് പെടുത്താൻ പറ്റുന്നത് പോലുള്ള ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ലെ പോലീസ് ഉണ്ടാക്കി വെച്ച പിന്നെ ഇന്ന ഹോട്ടലിൽ മറ്റേ ഇതൊക്കെ നോക്കുമ്പോൾ പോലീസിന് കിട്ടുമല്ലോ ഇവിടെ വെച്ച് എന്തൊക്കെ അതനുസരിച്ചല്ലാതെ മിനി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ കേസ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അഡ്വക്കേറ്റായിട്ട് ഒരാൾ വെക്കുമോ? വർത്തമാനം പറയാൻ പറ്റാത്ത ഒരു സജിത എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് മാധ്യമം എടുത്ത് വർത്തമാനം പറയാൻ അറിയത്തില്ല. നമ്മൾ കൊച്ചു പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന പോലെ അവർ വർത്തമാനം പറയാം. അവരാ ഒരു വക്കീൽ അവരാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ അവരെടുത്ത് പലരും ചോദിച്ചു കോടികൾ ഞങ്ങൾ മുടക്കാം, നിങ്ങൾ ഇതിൻ്റെ പുറകെ ആരും നിൽക്കേണ്ട. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പൊക്കോട്ടെ. ഇവരെ ആരും വിചാരിച്ചില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നതുമല്ല. ഇയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് 84 ദിവസത്തിന് ശേഷം ഇയാൾക്ക് ജാമ്യം കിട്ടുന്നത്. സിനൂജി അല്ലെങ്കിൽ ഈ കേസിന് ജാമ്യം കിട്ടത്തില്ല, അറിയോ? ഈ പട്ടിക വകുപ്പിനകത്തുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചാൽ അല്ലെങ്കിൽ അത്തരമുള്ള ആളെ പീഡിപ്പിച്ചാൽ വിചാരണ കഴിയുന്നിടം വരെ അകത്ത് കിടക്കണം. അത് കുറ്റമാണെങ്കിലും കുറ്റമല്ല, ആരോപിക്കപ്പെട്ട. അതുപോലെ തന്നെ കുഴപ്പമുള്ള കേസാ. ഇത്രയും പരസ്യമായിട്ടൊരു സ്ത്രീയെ പൊതുവിൽ പീഡിപ്പിച്ചതിനകത്ത് ആരൊക്കെ പെട്ടിട്ടുണ്ടോ അവനെല്ലാം ജാമ്യം കിട്ടാതാവും. അങ്ങനെയല്ലേ 5-6 കൊല്ലം കിടക്കാത്ത ആരും പ്രതികൾ ദിലീപിനപ്പുറമില്ലല്ലോ. അന്ന് ആ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ആ ജഡ്ജിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നി അയാൾ കൊടുത്താ, അല്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യം കിട്ടത്തില്ല. അതാണ് ആദ്യം ഉദ്ദേശിച്ചത്. 8 കൊല്ലം കഴിഞ്ഞ് ജാമ്യം കിട്ടണ്ട, അവിടെ കിടന്നിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം, ഇവന്റെ കാര്യം തീർത്ത് കൊടുക്കാം. ഇതായിരുന്നു അവർ വിജയിച്ചത്. ഈ 8 കൊല്ലവും ഇയാൾ വെളിയിൽ നിന്നൊക്കെ ഇയാളുടെ പേരിൽ ക്ലെയിം ഉണ്ട്, ഇയാൾക്ക് മിണ്ടാൻ പറ്റാതെ നിൽക്കുമ്പോഴും കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റി, മിണ്ടാൻ പറ്റി. ഇപ്പം വിധി വന്നതൊക്കെ ഈ ഉപദ്രവം കണ്ടോ? അതെ, എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള ഇപ്പം മനസ്സിലായില്ലേ? ടാർഗറ്റ് ചെയ്യുക. അതിനുവേണ്ടിയുള്ളൊരു ഓപ്പറേഷൻ. അതായത് ദിലീപ് പറഞ്ഞ വളരെ കൃത്യമാണ്, ഈ ഗൂഢാലോചന ദിലീപല്ല നടത്തുക, ദിലീപിനെതിരെയാണ്. ഇത് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? കാരണം അങ്ങനെയാണെങ്കിൽ ഗോവയിലാണ് ഈ കൂടുതലാണെന്ന് ഇവർ പറയുന്നതിന് അത് കഴമ്പുണ്ട്. കേരളത്തിന് പുറത്ത് എവിടെയോ വെച്ച് നടന്നു, അത് ചിത്രീകരിച്ചു. അങ്ങനെ ഒരു ആരോപണം വന്നാൽ, പരാതി വന്നാൽ അത് അന്വേഷിക്കണ്ടേ? കാരണം അന്ന് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ? ആ സമയത്ത് ഇവിടുന്ന് കാർ അവിടേക്ക് പോയോ? ആ സമയത്ത് ഇവരെല്ലാം കൂടെ ആ സമയത്ത് ഈ പറയുന്ന അതിജീവിതം എവിടെയായിരുന്നു? നാട്ടിലായിരുന്നോ ഗോവയിലായിരുന്നോ? അതെ, ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കിട്ടുമല്ലോ. എന്തുകൊണ്ട് ആ മേഖലയിലേക്ക് അന്വേഷണം പോകും? ഉറപ്പായിട്ടും പോകും. ഇത് തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ബ്രാഹ്മൺ പിള്ള എന്ന് പറയുന്ന ആള് പറഞ്ഞു കേട്ടോ, സന്ധ്യ എന്ന് പറയുന്ന DGP റാങ്കുള്ള ആ സ്ത്രീ ഫാബ്രിക്കേറ്റ് ചെയ്താണ് ഈ കേസ്. ഇതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസ് ഞാൻ കണ്ടിട്ടു. ഒന്നുമില്ല, തെളിവായിട്ട് ഒന്നുമില്ല. അത് കൃത്യമായ അയാൾ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ പറ്റി അറിയാമല്ലോ, എത്രയോ കേസ് അല്ലെങ്കിൽ തെളിവുകളുടെ കൂമ്പാരമുള്ള കേസ് പോലും വാദിക്കുന്നു അല്ലെങ്കിൽ അത് വിദഗ്ധനായിട്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് നിങ്ങൾക്ക് നോക്കാമല്ലോ, യൂട്യൂബിലെല്ലാം കിടപ്പുണ്ട്. ഇത്രയും ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള കുറേ ഇതിൻ്റെ ഒറ്റ ഉദ്ദേശം മാത്രമേ ദിലീപ്, ഈ ഗൂഢാലോചന മൊത്തം ദിലീപിനെതിരെയായിരുന്നു. അപ്പം അത് കോടതിയിൽ നടക്കാതെ പോയി വീണ്ടും അതിൻ്റെ തുടർ വരുന്നു. എവിടെ പോയാലും ഈ കേസ് നിൽക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഇതിനകത്ത് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുമില്ല, ഇതിനകത്ത് ഒരു കാര്യങ്ങളുമില്ല. എന്നിട്ടാണ് വീണ്ടും നിൽക്കുന്നത്. ദിലീപ് ഇതിൻ്റെ പുറകിൽ നിൽക്കണം. കാരണം സന്ധ്യയെ തൊട്ട് തുടങ്ങണം. സന്ധ്യ എന്ന് പറയുന്ന ആ പെൻഷനായിട്ടിരിക്കുന്ന ആ സ്ത്രീയിൽ തൊട്ട് തുടങ്ങണം. അവർ ദുരൂഹമാണ്.
അവരുടെ ഇപ്പോഴേ ഈ ദിലീപിനെതിരായിട്ടുള്ള ആരോപണം നിർത്തുന്നതിൽ ഇപ്പൊ എറണാകുളത്തപ്പൻ ക്ഷേത്രം അവിടുത്തെ ഒരു പരിപാടിയിൽ കൂപ്പൺ മുറിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ദിലീപിനെ വിളിക്കുന്നു. ഇത് സംബന്ധിച്ച് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുന്നു. ഉടനെ ഭയങ്കര എതിർപ്പ്. ദിലീപ് പറ്റില്ല, ശരി വേണ്ട, ദിലീപിനെ ഒഴിവാക്കി. വേറൊരു സ്ത്രീ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് കയറി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയുടെ 8 വയസ്സുള്ള മകൻ ചോദിച്ചു, അമ്മ ഈ ടിവി ഈ ഭക്ഷണന്റെ 8 വയസ്സുകാരൻ ചോദിച്ചു. ഉടനെ അവരവിടെ ഒരു സീന ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു, ഒന്നുകിൽ ഈ സിനിമ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. അവരടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല, ഒരു സംഭവമില്ല. പക്ഷെ അവിടുത്തെ മുഴുവൻ ആളുകളെയും കൂട്ടിയിട്ട് ദിലീപിന്റെ എന്താണ് ഇവരൊക്കെ പറയുന്നത്? ഈ കോടതി വിധി അംഗീകരിക്കുന്നില്ല. ചില പുരുഷന്മാർ ചോദിക്കുന്നു, കോടതി വെറുതെ വിട്ടതല്ലേ? ഈ കോടതി വിധി ഒന്നും വിധിയല്ല, ഇത് ശരിയല്ല, കോടതിയെ അപമാനിക്കല്ലേ. ഇതിനകത്ത് വേറെ കാര്യം ചോദിച്ചു. വിവരക്കേടിന്റെ സംസ്ഥാന കമ്മിറ്റിയായ പത്തനംതിട്ടക്കാരി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം അതിനകത്ത് വേറെ ഇന്നലെ അവർ പറഞ്ഞിരിക്കാം, ആരാണ്ട് ചോദിച്ചു വേടന്റെ പീഡനൊന്നും കുഴപ്പമില്ല. ഇവര് പറയുമോ വിവരക്കേട്? ഇവര് പറയാം വേടന്റെ പീഡനമൊന്നും കുഴപ്പമില്ല, ഈ പീഡനം ഇതാ പ്രശ്നം. അപ്പം എന്തോ ഇതിന്റെ പുറത്ത് ഇപ്പൊ 2 പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സിനുജി പറഞ്ഞത് അതേ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഇതിനകത്ത് ഇപ്പം സിനുജി ദിലീപിനെതിരെ റോഡിലോട്ട് പറഞ്ഞിരുന്ന നാളെ സിനുജി സ്റ്റാറാ. എതിരെ പറയണം. അപ്പൊ അങ്ങനെ ആൾക്കാരും കൂടി എങ്ങനെയും ഒരു മാധ്യമത്തിന് മുമ്പിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. പിന്നെ മാത്രമല്ല പറഞ്ഞാല് അവൻ സ്റ്റാറാവും, അവന് കാശാവും, മാറത്തില്ല. ഇതിന്റെ പുറകിൽ വല്ലാത്ത ഒരു മാഫിയ സംഘമാണ്. നമ്മൾ പോണം, ഉറപ്പായിട്ടും പോണം. കാരണം ഈ ഒരു കീഴ്വഴക്കം അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ നമ്മൾ പലത് പരിശോധിക്കുമ്പോൾ ഇത് ദിലീപിന്റെ കേസാന്ന് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള ഈ നമ്മൾ സാധനം പറഞ്ഞില്ല, ഇതിന്റെ പുറകിലുള്ള ഒരു വഴി നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ചില നീക്കങ്ങളുടെ, അല്ലെ നമ്മൾ ഈ റെസ്യൂം ചേഞ്ച്, അല്ലെ ജൻസി കലാപം അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, കൃത്യമായ റൂട്ടാ. അത് നിസ്സാരക്കാരല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ, എന്തായാലും കുറ്റം ചെയ്യാത്ത ദിലീപന്മാർ ക്രൂശിക്കപ്പെടാതിരിക്കാൻ ദിലീപിൽ നിന്ന് തുടങ്ങട്ടെ.